ഫീനിക്സ് സ്റ്റഡി സെന്ററിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ആദ്യ ഭാഗങ്ങൾ കണ്ടതിന് ശേഷം കാണുന്നതായിരിക്കും നല്ലത്. ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ്, ഫോട്ടോസിന്തസിസ്, പിഗ്മെന്റ്സ് ഇൻ ലീവ്സ്, സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് എന്നിവയെല്ലാം പഠിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. പാത്ത് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ലീവ്സ്. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കാണിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലീവ്സിലെത്തുന്നത്? എവിടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാണപ്പെടുന്നത്? നമുക്കറിയാം, അറ്റ്മോസ്ഫിയർ. ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അത് എങ്ങനെയാണ് ലീവ്സിൻ്റെ ഉള്ളിലെത്തുന്നത്? ലീവ്സിൻ്റെ അടിഭാഗത്ത് കാണുന്ന ചെറിയ സുഷിരങ്ങളുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്റ്റൊമേറ്റ. ആ സ്റ്റൊമേറ്റ വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലീവ്സിനുള്ളിൽ എത്തുന്നത്. അപ്പോൾ എങ്ങനെയാ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാം? പാത്ത് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ലീവ്സ്. നോക്കിയേ, അറ്റ്മോസ്ഫിയർ, സ്റ്റൊമേറ്റ, ഇൻസൈഡ് ദ ലീവ്സ്. ഇനി അടുത്ത ഒരു ഫ്ലോ ചാർട്ടാണ് പാത്ത് ഓഫ് വാട്ടർ ടു ലീവ്സ്. ജലം എങ്ങനെയാണ് ലീവ്സിനുള്ളിലെത്തുക? ജലം കാണപ്പെടുന്നത് എവിടെയാണ്? മണ്ണിലാണ് കാണുന്നത്. അപ്പോൾ സോയിലിൽ നിന്ന് റൂട്ട് അബ്സോർബ് ചെയ്യുകയാണ്. റൂട്ട്, സൈലം, ഇൻസൈഡ് ദ ലീവ്സ്. അടുത്ത ഒരു ടോപ്പിക്കാണ് ദി കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രസതന്ത്രം. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. ഫോട്ടോസിന്തസിസ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. അത് 2 സ്റ്റേജായിട്ടാണ് നടക്കുന്നത്. ഇറ്റ് ഹാസ് 2 phases. One is light phase, the other is dark phase. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ഇതിൽ ആദ്യ ഘട്ടമായ ലൈറ്റ് ഫേസ്, പ്രകാശഘട്ടമെന്ന് പറയും. അത് നടക്കുന്നത് ആ നാണയത്തൊട്ടുകൾ പോലെയുള്ള ഭാഗം പറഞ്ഞില്ലേ, അതിനുള്ളിലാണ്. അതാണ് ഗ്രാന. അപ്പോൾ ഗ്രാനയ്ക്കുള്ളിലാണ് ആദ്യഘട്ടമായ ലൈറ്റ് ഫേസ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് അതിനെ ലൈറ്റ് ഫേസ് എന്ന് പറഞ്ഞത്? അവിടെ സൺലൈറ്റ് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ലൈറ്റ് ഫേസ് എന്ന ആ പേര് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഉള്ളത് ഏത് സമയത്താണ്? പകൽ സമയത്താണ് ലൈറ്റ് ഫേസ് നടക്കുക. അപ്പോൾ ആദ്യം തന്നെ ലൈറ്റ് ഈസ് യൂസ്ഡ്. ഇനി ലൈറ്റ് ഫേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക? ഈ ലൈറ്റ് ഉപയോഗിച്ച് സൺലൈറ്റ് വന്ന് വാട്ടർ മോളിക്യൂളിൽ തട്ടുമ്പോൾ വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റപ്പ് ആകുന്നു. എന്തൊക്കെ ആറ്റമാണ് ഒരു ജലതന്മാത്രയിൽ കാണപ്പെടുന്നത്? ഹൈഡ്രജനും ഓക്സിജനും. ജലതന്മാത്രകൾ വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നു. ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ബാക്കി ഇനി ഏതുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജൻ ദ്രാവക ഭാഗമായ സ്ട്രോമയിലേക്ക് പോകുന്നു. ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും അത് ATP മോളിക്യൂളിൽ സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ലൈറ്റ് ഫേസിൽ നടക്കുന്നത്. In light phase, light is
used. Water splits and oxygen is released. Hydrogen reaches stroma. Light energy is converted to chemical energy and stored in ATP. ഇനി എന്താണ് ATP? ATP is the energy currency of the cell. കോശത്തിലെ ഊർജ്ജ നാണയങ്ങളാണ് ATP. ജീവകോശങ്ങളിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കണമെങ്കിൽ ഊർജം അത്യാവശ്യമാണ്. ഊർജത്തിൻ്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് ATP. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ 3 ഫോസ്ഫേറ്റ് തന്മാത്രകൾ കാണപ്പെടുന്നു. ATP വിഘടിച്ച് ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് മാറുന്നു. ഈ വിഘടന സമയത്ത് ധാരാളം ഊർജം സ്വതന്ത്രമാകുന്നു. ATPയിൽ നിന്ന് ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് മാറുമ്പോൾ പിന്നെ അവിടെ എത്ര ഫോസ്ഫേറ്റ് ഉണ്ട്? 2 ഫോസ്ഫേറ്റേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നു. ഇനി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് ഇരുണ്ട ഘട്ടം അഥവാ ഡാർക്ക് ഫേസ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം അവിടെ എന്തില്ല? ലൈറ്റ് ഇല്ല. അതുകൊണ്ടാണ് ഇരുണ്ട ഘട്ടം ഡാർക്ക് ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ പ്രകാശം ഉപയോഗിക്കുന്നില്ല. ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ഇപ്പോൾ ചിലർക്ക് സംശയം തോന്നിക്കാണും, ഡാർക്ക് ഫേസ് ഇനി രാത്രിയിലാണോ നടക്കുക? അല്ല, ലൈറ്റ് ഫേസിന് തുടർച്ചയായി ഡാർക്ക് ഫേസ് നടക്കും. ഈ ഘട്ടത്തിൽ ലൈറ്റ് ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. ലൈറ്റ് ഫേസിലുണ്ടായ ATP മോളിക്യൂൾ ഉപയോഗിച്ച് സ്ട്രോമയിലെത്തിയ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കമ്പൈൻ ചെയ്ത് ഗ്ലൂക്കോസ് മോളിക്യൂൾ നിർമ്മിക്കപ്പെടുന്നു. അപ്പോൾ ഡാർക്ക് ഫേസിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കാം. ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. എനർജി ഇൻ ATP ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. ഇനി മുകളിൽ ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ്, ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്. ഇൻഡിക്കേറ്റേഴ്സിൽ ഓരോരോ പോയിന്റ് കാണിച്ചിട്ടുണ്ട്, ലൊക്കേഷൻ. ഈ റിയാക്ഷൻ നടക്കുന്നത് ലൈറ്റ് ഫേസിൽ എവിടെയാണ് റിയാക്ഷൻ നടക്കുന്നത്? എവിടെയാണ്? ഗ്രാന. ഡാർക്ക് ഫേസിലോ? സ്ട്രോമ. നെക്സ്റ്റ് ഈസ് ആക്ഷൻ. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്? ലൈറ്റ് ഫേസ്. ലൈറ്റ് ഫേസിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടന്നത്? വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. ഡാർക്ക് ഫേസിലോ? Energy in ATP is used to combine hydrogen and carbon dioxide to produce glucose. Products. എന്തെല്ലാം പ്രോഡക്ട്സ് ആണ് ലൈറ്റ് ഫേസിൽ ഉണ്ടായത്? എനർജി, ഓക്സിജൻ. ഡാർക്ക് ഫേസിലോ? ഗ്ലൂക്കോസ്. നെസസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റ് ഫേസിൽ ലൈറ്റ് ഈസ് യൂസ്ഡ്. ഡാർക്ക് ഫേസിലോ? ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ATP. ലൈറ്റ് ഫേസിൽ ATP ഉണ്ടാകുന്നു. ATP ഈസ് ഫോംഡ്. ഡാർക്ക് ഫേസിലോ? ലൈറ്റ് ഫേസിലുണ്ടായ ATPയെ ഉപയോഗപ്പെടുത്തുന്നു. ATP is utilized.
ഫോട്ടോസിന്തസിസിൻ്റെ രണ്ടാമത്തെ ഘട്ടമായ ഡാർക്ക് ഫേസ് അത് ഒരു സൈക്ലിക് പ്രവർത്തനമാണ്. സീരീസ് ഓഫ് സ്റ്റെപ്സ് അതിനകത്ത് ഉൾപ്പെടുന്നു. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്ത സയൻറ്റിസ്റ്റാണ് മെൽവിൻ കാൽവിൻ. ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് 1961 നോബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. ദി cyclic chemical reaction in the dark phase were discovered by the scientist മെൽവിൻ കാൽവിൻ. അതുകൊണ്ട് ഈ സൈക്കിളിനെ, ഈ ഫേസിനെ എന്ത് പറയും? കാൽവിൻ സൈക്കിൾ എന്ന് പറയും. Hence, this phase is known as Calvin cycle. Chemical equation for photosynthesis. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ജലം വേണം, സൂര്യപ്രകാശം വേണം, ഹരിതകം വേണം. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഓക്സിജൻ, നീരാവി. 6CO2 plus 12H2O in the presence of sunlight and chlorophyll gives C6H12O6 plus 6O2 plus 6H2O. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ ഉണ്ടാവുന്നു എന്ന് കണ്ടെത്തിയ സയൻറ്റിസ്റ്റാണ് ജോസഫ് പ്രീസ്റ്റ്ലി. എന്നാൽ ആ ഓക്സിജൻ എവിടെ നിന്ന് നിർമ്മിക്കപ്പെടുന്നു, ആ ഓക്സിജൻ്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വാൻ നീൽ. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ജലം വിഘടിച്ചാണ് ഓക്സിജൻ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തി. വാൻ നീൽ പ്രൂവ്ഡ് ദാറ്റ് the source of oxygen evolved during photosynthesis is water. ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിക്കാം. അതിനായി നമുക്ക് വേണ്ട വസ്തുക്കൾ ഒരു ബീക്കർ, ഒരു ഫണൽ, ഒരു ടെസ്റ്റ് ട്യൂബ്, വാട്ടർ പ്ലാന്റ് അല്ലെങ്കിൽ ഹൈഡ്രില്ല പ്ലാന്റ്, ഒരു മാച്ച് ബോക്സ്, അല്പം സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ. എങ്ങനെയാണ് ഈ പരീക്ഷണം ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ബീക്കറിൻ്റെ 1/4 ഭാഗം ജലം നിറയ്ക്കുക. ഫണലെടുക്കുക. ഹൈഡ്രില്ല പ്ലാന്റിൻ്റെ സ്റ്റെം കട്ടിങ്സ് ഫണലിൻ്റെ കുഴലിൻ്റെ ഭാഗത്തേക്ക് വരത്തക്ക വിധം ക്രമീകരിക്കുക. ഈ പ്ലാന്റിനെ ഒരു നൂല് കൊണ്ട് കെട്ടുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ഈ ഫണൽ ബീക്കറിലെ വെള്ളത്തിൽ കമഴ്ത്തി വയ്ക്കുന്നു. അല്പം സോഡാപ്പൊടി വെള്ളത്തിൽ ഇടുന്നു. സോഡാപ്പൊടി ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താനാണ്. പിന്നീട് ടെസ്റ്റ് ട്യൂബിൽ നിറയെ ജലം എടുക്കുന്നു. ടെസ്റ്റ് ട്യൂബിനുള്ളിൽ വായു കുമിളകൾ ഇല്ലെന്നുറപ്പുവരുത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗം തള്ളവിരൽ കൊണ്ട് അടച്ചു പിടിക്കുന്നു. അത് ബീക്കറിലെ വെള്ളത്തിലേക്ക് ഇറക്കുന്നു. ഫണലിൻ്റെ കുഴലിൻ്റെ മുകളിൽ ഇത് കമഴ്ത്തി വയ്ക്കുന്നു. ടെസ്റ്റ് ട്യൂബിനുള്ളിൽ ഇപ്പോൾ എയർ ബബിൾസ് ഒന്നുമില്ല, നിറച്ചും ജലമാണ്. ഈ ക്രമീകരണം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് കൊണ്ടുചെന്ന് വയ്ക്കുക. ഒരു 30-40 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഹൈഡ്രില്ല പ്ലാന്റിൻ്റെ സ്റ്റെം കട്ടിങ്ങിൽ നിന്നും എയർ ബബിൾസ്, ചെറിയ ചെറിയ വായു കുമിളകൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്നത് കാണാം. ഇത് ഫണലിൻ്റെ കുഴലിലൂടെ ടെസ്റ്റ് ട്യൂബിൽ സംഭരിക്കപ്പെടുന്നു. അപ്പോൾ ടെസ്റ്റ് ട്യൂബിലെ ജലത്തിൻ്റെ അളവ് കുറഞ്ഞു വരും. ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോൾ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗം അടച്ച് കമഴ്ത്തി പുറത്തെടുക്കുക. നമ്മുടെ തള്ളവിരൽ മാറ്റുന്നതിൻ്റെ തൊട്ടു മുമ്പ് തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത്
കാണിക്കുക. തള്ളവിരൽ മാറ്റുമ്പോൾ ഈ ജ്വാല തെളിഞ്ഞു കത്തുന്നത് കാണാം. അതിന് കാരണം ഈ ടെസ്റ്റ് ട്യൂബിൽ ശേഖരിക്കപ്പെട്ട വാതകം ഓക്സിജൻ ആയതുകൊണ്ടാണ്. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അതുകൊണ്ടാണ് ആ ജ്വാല തെളിഞ്ഞ് കത്തിയത്. എയിം ഓഫ് ദി എക്സ്പെരിമെൻറ്റ്: ടു പ്രൂവ് ദാറ്റ് ഗ്യാസ് ഇവോൾവ്ഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ഈസ് ഓക്സിജൻ. ഇനി മെറ്റീരിയൽസ് റിക്വയർഡ്: a beaker, a funnel, a test tube, tips of aquatic plants like hydrilla plant, matchbox and sodium bicarbonate or baking soda. പ്രവർത്തനക്രമം അല്ലെങ്കിൽ പ്രൊസീജിയർ: Take a beaker filled with water, add a pinch of baking soda to it. Take a bunch of water plants or hydrilla plants, tied together at their cut ends with a thread. Insert this bunch of plants into the wider mouth of the funnel. Align the bunch such that the cut ends face the neck of the funnel. Place the funnel inside the beaker with its wide mouth facing downward. Ensure that the funnel is fully submerged under water. Fill a test tube up to the brim with water and invert it over the stem of the funnel. While inverting, close the mouth of the test tube with your thumb to ensure that no air bubbles enter the tube. Place the apparatus in sunlight for about 30 to 40 minutes. നിരീക്ഷണം അഥവാ ഒബ്സർവേഷൻ. എന്താണ് നമ്മൾ കണ്ടത്? After some times we can see that small air bubbles arise from the cut end of the hydrilla plant and it is collected in test tube. Water level of the test tube slows down due to the collection of or storage of gas. Gently remove the test tube, closing it by thumb. Invert the test tube and bring a burning stick near the mouth of the test tube. Immediately after removing the thumb, we can see that the matchstick glows brighter. നിഗമനം inference: This is because of the oxygen gas present in the test tube. It helps in burning. This gas is released as a byproduct of photosynthesis. ഇതിൻ്റെ ഒരു ചെറിയ വർക്കിംഗ് എക്സ്പെരിമെൻറ്റ് താഴെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.